everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 16th lecture on Strategic Cost and Management Accounting, which is a subject for semester 3 students of MCOM. In previous lecture, we have discussed the meaning of process costing, features of process costing and application of process costing. And the main contents which we are going to study in this lecture are advantages of process costing, disadvantages of process costing and fundamental principles of process costing. What are the advantages of process costing? And the first one is determination of process costs periodically. It means that in process costing, it is possible to determine process costs periodically at short intervals. Unit cost can be computed weekly or even daily or if overhead rates are used on predetermined basis. അതായത് പ്രോസസ് കോസ്റ്റിങ്ങിൽ പീരിയോഡിക്കലി പ്രോസസ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. യൂണിറ്റ് കോസ്റ്റ് ഈവൻ ഡെയിലി പോലും വീക്ക്ലിയോ ഡെയിലിയോ ഒക്കെ യൂണിറ്റ് കോസ്റ്റ്. വാട്ട് യു മീൻ ബൈ യൂണിറ്റ് കോസ്റ്റ്? യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിലുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് അതുപോലും എന്താണ് വീക്ക്ലി ഈവൻ ഡെയിലി വരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ഓവർ ഹെഡ് റേറ്റ്സ് ആർ യൂസ്ഡ് ഓൺ പ്രീഡിറ്റർമൈൻഡ് ബേസിസ്. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ്. അതായത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റ് കണ്ടെത്താൻ ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ലെസ് എക്സ്പെൻസീവ് മെത്തേഡ്. ആൻഡ് ദെൻ മാനേജീരിയൽ കൺട്രോൾ. എങ്ങനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് മാനേജറിയൽ കൺട്രോൾ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്? It is possible to have managerial control by evaluating the performance of each process. ഓരോ പ്രോസസ്സിൻ്റെയും പെർഫോമൻസ് ഇവാലുവേഷൻ നടത്താൻ കഴിയും. ആൻഡ് ദെയർബൈ മാനേജ്മെൻറ്റ് ക്യാൻ എക്സസൈസ് ഇഫക്റ്റീവ് മാനേജീരിയൽ കൺട്രോൾ. ക്ലിയർ? ദെൻ ഇറ്റ് ഈസ് ഈസി ടു അലോക്കേറ്റ് ദ എക്സ്പെൻസസ് ടു പ്രോസസ്സേഴ്സ്. അതായത് ആക്യുറേറ്റ് കോസ്റ്റ്സ് കിട്ടത്തക്ക രീതിയിൽ പ്രോപ്പറായിട്ട് ഈച്ച് പ്രോസസ്സ് ഓരോ പ്രോസസ്സുകളിലും എത്ര കോസ്റ്റുകൾ വരുന്നു ഇറ്റ് ക്യാൻ ബി അലോക്കേറ്റഡ് ഈസിലി. ഓക്കെ, ഇൻ പ്രോസസ് കോസ്റ്റിംഗ് ദ കോസ്റ്റ്സ് ഓഫ് ഈച്ച് പ്രോസസ്സേഴ്സ് ക്യാൻ ബി അലോക്കേറ്റഡ് ഈസിലി ആൻഡ് ദെയർബൈ വി വിൽ ഗെറ്റ് ആക്യുറേറ്റ് കോസ്റ്റ്സ്. ദെൻ ഈസി ടു കോഡ് ദ പ്രൈസസ് വിത്ത് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രോസസ്. നമ്മൾ ഇന്നലെ മീനിങ് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പ്രോസസ് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. സോ ദിസ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് പ്രോസസ് വിൽ മേക്ക് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ദ പ്രൈസസ് ഈസി. ഈ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിലൂടെ പ്രൈസസിൻ്റെ പ്രൈസ് കോട്ട് ചെയ്യുന്നത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഈസിലി ഇൻ പ്രോസസ് ടൈപ്പ് ഓഫ് മാനുഫാക്ചർ. പ്രോസസ് ടൈപ്പ് ഓഫ് മാനുഫാക്ചർ ആണ് ആ ഒരു കമ്പനിയിൽ നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് പോലെയുള്ള ഒരു കോസ്റ്റിംഗ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇറ്റ് ക്യാൻ ബി ഈസിലി എസ്റ്റാബ്ലിഷ്ഡ്. ക്ലിയർ? ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്? ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് costs obtained at the end of the accounting period are only of historical value. അതായത് പ്രോസസ് കോസ്റ്റിങ്ങിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് അസർട്ടൈൻ ചെയ്യുന്ന കോസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ഹിസ്റ്റോറിക്കൽ വാല്യൂ. അതായത് മുൻപുള്ള വാല്യൂവിൻ്റെ ആ ഒരു ബേസിസിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്, കോസ്റ്റുകൾ ഇപ്പോഴും കണ്ടെത്തുന്നത്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് ഫോർ എക്സാമ്പിൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അസറ്റിൻ്റെ തന്നെ ഒരു അസറ്റ് വാങ്ങിയപ്പോൾ ഉള്ള അതേ വില തന്നെയാണ് ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ അസറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റാണ്. ക്ലിയർ? അതൊരു എക്സാമ്പിളാണ്. സോ അത്തരത്തിലുള്ളൊരു മെത്തേഡ് തന്നെ ആണ് പ്രോസസ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ്സ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഓരോ പ്രോസസ്സിൻ്റെയും അസറ്റിൻ്റെ അല്ല ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് വെരി യൂസ്ഫുൾ ഫോർ ഇഫക്റ്റീവ് കൺട്രോൾ. ക്ലിയർ? ദെൻ വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ഡൺ ഓൺ എസ്റ്റിമേറ്റഡ് ബേസിസ്. അതായത്
ഞാൻ പറഞ്ഞിരുന്നു പല പ്രോസസ്സുകളിൽ കൂടിയാണ് കടന്നുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആകുന്നത്. ക്ലിയർ? സോ ഓരോ പ്രോസസ്സിലും എന്ത് കാണും? ഒന്നുകിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് കാണും, അല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ് കാണും. ഓക്കെ, അതായത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, ഓൺഗോയിങ് ആണ്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കാണും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ കഴിഞ്ഞ ഫിനിഷ്ഡ് പ്രോഡക്ട്സും വാല്യൂ ചെയ്യണം, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സും വാല്യൂ ചെയ്യണം. ക്ലിയർ? അപ്പോൾ വർക്ക് ഇൻ പ്രോഗ്രസ് is required to be ascertained at the end of an accounting period for calculating the cost of continuous process. അപ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡ് തീരുമ്പോൾ ഈ പ്രോസസ്സുകളെല്ലാം എടുത്ത് നോക്കിയിട്ട് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും ആൻഡ് അതിനോടൊപ്പം തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അതിൻ്റെ കോസ്റ്റുകൾ എത്രയാണെന്ന് അസർട്ടൈൻ ചെയ്യും. ക്ലിയർ? സോ ആൻഡ് ദിസ് വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് ഡൺ ഓൺ എസ്റ്റിമേറ്റഡ് ബേസിസ്. ഒരു എസ്റ്റിമേറ്റഡ് ബേസിസിലാണ് ഈ വാല്യുവേഷൻ നടക്കുന്നത്. ആൻഡ് വിച്ച് വിൽ ഇൻട്രൊഡ്യൂസ് ഫർദർ ഇന്നാക്യുറസീസ് ഇൻ ടോട്ടൽ കോസ്റ്റ്. ആൻഡ് ദ തേർഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് individual products costs may be taken as only approximation. It means that where different products arise in the same process and common costs are prorated to various cost units. അതായത് ഒരു പ്രോസസ്സിൽ നിന്നും ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, ബട്ട് അവിടെ ഉണ്ടാകുന്ന കോമൺ കോസ്റ്റുകൾ അത് അലോക്കേറ്റ് ചെയ്ത് പല പല കോസ്റ്റ് യൂണിറ്റുകളിലാക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ABC എന്ന് പറഞ്ഞ് 3 പ്രോസസ്സുകളിലൂടെയാണ് മെറ്റീരിയൽസ് കടന്നുപോയി ഫിനിഷ്ഡ് പ്രോഡക്ട്സിലെത്തുന്നത്. ക്ലിയർ? ആൻഡ് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. ആൻഡ് കോമൺ കോസ്റ്റായിട്ട് ഒരു 25,000 വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 25,000 എന്തെങ്കിലും റേഷ്യോയുടെ എങ്ങാനും ബേസിസിൽ എയിൽ നിന്നാണ് പല പ്രോഡക്ട്സും പ്രൊഡ്യൂസ് ചെയ്തതെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു കോമൺ കോസ്റ്റായ 25,000-നെ എയിലും ബിയിലും സിയിലും കൂടെ അലോക്കേറ്റ് ചെയ്യും. ക്ലിയർ? സോ അങ്ങനെ അലോക്കേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റുകളും എന്താണ്, ഓരോ അപ്രോക്സിമേഷനായിട്ടേ വരത്തുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ ബട്ട് മേ ബി ടേക്കൺ ആസ് ദ ബെസ്റ്റ്. അത് അത്ര റിലയബിളൊന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഏത് പ്രോസസ്സിൽ നിന്നാണോ ആ പ്രോഡക്റ്റ് വരുന്നത് അവിടെ അലോക്കേറ്റ് ചെയ്യേണ്ടുന്ന കോസ്റ്റ് എടുത്ത് എന്ത് ചെയ്യുകയാണ്, പല കോസ്റ്റ് യൂണിറ്റ്സിലായിട്ട് അലോക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് റിലയബിൾ അല്ല, ബട്ട് മേ ബി ടേക്കൺ ആസ് ദ ബെസ്റ്റ്. ക്ലിയർ? ആൻഡ് ദ ഫോർത്ത് ഡിസഡ്വാൻറ്റേജ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് വൈഡ് സ്കോപ്പ് ഓഫ് എറേഴ്സ്. ഇറ്റ് മീൻസ് ദാറ്റ് there is a chance of error while calculating average costs. ആവറേജ് കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ there is a chance of error and these errors will be carried through all processes to the valuation of work in progress and finished goods. ഈ എറേഴ്സ് എല്ലാ പ്രോസസ്സിലും അതിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും. ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യുവേഷനിലും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വാല്യുവേഷനിലും ഒക്കെ ഈ എറേഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും. ക്ലിയർ? Then computation of average cost is more difficult in some cases. ചില കേസസിൽ ആവറേജ് കോസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട്. ആൻഡ് ദ കേസസ് ആർ വെയർ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചേർഡ് ആൻഡ് എ ഡിവിഷൻ ഓഫ് ദ കോസ്റ്റ് എലമെൻറ്റ്സ് ഇസ് നെസസറി. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കേസിലും അതുപോലെ തന്നെ കോസ്റ്റ് എലമെൻറ്റ്സിൻ്റെ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള ഏരിയാസിലും കമ്പ്യൂട്ടേഷൻ ഓഫ് ആവറേജ് കോസ്റ്റ് ഈസ് മോർ ഡിഫിക്കൾട്ട്. ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളിനി പഠിക്കും. ക്ലിയർ? ദെൻ വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്? പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, വേജസ് ആൻഡ് ഓവർഹെഡ് എക്സ്പെൻസസ് are collected for each process or operation in a period. അതായത് in process costing, the cost of materials, wages and overhead expenses, ഇത്രയും കോസ്റ്റുകൾ എന്ത് ചെയ്യും, for each process or operation and it is for a period, ഒരു പീരീഡിലേക്കുള്ള
മെറ്റീരിയൽ കോസ്റ്റ് എത്ര, വേജസ് കോസ്റ്റ് എത്ര, ഓവർ ഹെഡ് എക്സ്പെൻസസ് എത്ര, ഇതെല്ലാം ഓരോ പ്രോസസ്സിനും അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷനും കളക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ദെൻ adequate records in respect of output and scrap of each process or operation during the period are kept. അതായത് ഔട്ട്പുട്ടിൻ്റെ റെക്കോർഡും സ്ക്രാപ്പിൻ്റെ റെക്കോർഡും. ഓക്കെ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. നമുക്ക് ചില സ്ക്രാപ്പിന് വാല്യൂ കാണും. അപ്പോൾ ആ സ്ക്രാപ്പിൻ്റെ വാല്യൂ ഒക്കെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും റിലേറ്റിംഗ് ടു ഈച്ച് പ്രോസസ് ഓർ ഓപ്പറേഷൻ. അത് ക്ലിയർ ആയിട്ട് ഓരോ പ്രോസസ്സിലെയും അല്ലെങ്കിൽ ഓരോ ഓപ്പറേഷനിലെയും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും. ക്ലിയർ? ദെൻ ദ തേർഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് the cost per finished output of each process is obtained by dividing the total cost incurred during a period by the number of units produced during the period after taking into consideration the losses and amount realized from sale of scrap. അതായത് ഓരോ പ്രോസസ്സിൽ നിന്നും ഉള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സിൻ്റെ കോസ്റ്റ് പെർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്, ഓരോ ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെയും കോസ്റ്റ് ഒപ്റ്റെയിൻ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഒപ്റ്റെയിൻ ബൈ ഡിവൈഡിങ് ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് എ പീരിയഡ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ്. ഓക്കെ, അതായത് ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് എ പീരിയഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പീരിയഡ്. അങ്ങനെ ആ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് പെർ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ ടേക്സ് into consideration the losses and amount realized from sale of scrap. സ്ക്രാപ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, സ്ക്രാപ്പിന് വാല്യൂ കാണും. അത് ആ സെയിൽ വാല്യൂ ആണ്. ആ സെയിൽ വാല്യൂയും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ? ഈ ഒരു കോസ്റ്റ് പെർ ഫിനിഷ്ഡ് ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രോസസ് കണ്ടെത്തുന്നത്. ആൻഡ് ദ ഫോർത്ത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രോസസ് കോസ്റ്റിംഗ് ഈസ് the finished product along with its cost is transferred from one process to the next process just like raw materials of that process. അതായത് ഒരു പ്രോസസ്സിലുണ്ടാവുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ് ആസ് റോ മെറ്റീരിയൽ ഓഫ് ദാറ്റ് നെക്സ്റ്റ് പ്രോസസ്. ഓക്കെ, ഇപ്പോൾ എ ബി സി ഇങ്ങനെ 3 പ്രോസസ്സുകളുണ്ടെങ്കിൽ എയിൽ റോ മെറ്റീരിയൽസ് എൻ്റർ ചെയ്തു. ഓക്കെ, അവിടേക്ക് എൻ്റർ ചെയ്തിട്ട് അവിടുത്തെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്താണോ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് ബി ആസ് ദ റോ മെറ്റീരിയൽ ഫോർ പ്രോസസ് ബി. ഓക്കെ, പ്രോസസ് ബിയുടെ റോ മെറ്റീരിയൽ ആയിട്ടായിരിക്കും പ്രോസസ് എയുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പോകുന്നത്. ആൻഡ് പ്രോസസ് ബിയുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ആസ് റോ മെറ്റീരിയൽ ഓഫ് പ്രോസസ് സി. ക്ലിയർ? നമ്മൾ ഇപ്പോൾ ഈ പഠിച്ച ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എല്ലാം പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ആപ്ലിക്കബിൾ ആകും. ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നമുക്കിത് പ്രോപ്പറായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് advantages of process costing, disadvantages of process costing and fundamental principles of process costing. Thank you.